ജോൺസൺ ആൻഡ് ജോൺസൺ പുറത്തിറക്കുന്ന ബേബി പൗഡറും മറ്റു ടാൽക്കം പൗഡറുകളും ക്യാൻസറിന് കാരണമാകുന്നുവെന്ന ഹർജികളിൽ ഒടുവിൽ ഒത്തുതീർപ്പിന് കമ്പനി. $5.5 ബില്യൺ വരെ നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി അറിയിച്ചു. എന്നാൽ ഈ പരാതികളിലും കേസുകളിലും 95% പരാതിക്കാരും കോടതികളിൽ ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഒത്തുതീർപ്പ് അന്തിമമാകൂ. അത്ര പെട്ടെന്നൊന്നും ആരും ജോൺസൺ ആൻഡ് ജോൺസൺ ബ്രാൻഡ് മറക്കാനിടയില്ല. കാരണം ഒരു സമയത്ത് എല്ലാ വീടുകളിലും നിറസാന്നിധ്യമാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറും മറ്റ് ടാൽക്കം പൗഡറുകളും. ഇപ്പോൾ ഇതാ ജോൺസൺ ആൻഡ് ജോൺസൺ പുറത്തിറക്കിയ ടാൽക്കം പൗഡർ അർബുദത്തിന് കാരണമാകുന്ന പരാതികളിൽ ഒത്തുതീർപ്പിനൊരുങ്ങിയിരിക്കുകയാണ് കമ്പനി. പൗഡർ ഉപയോഗിച്ചതിന് പിന്നാലെ ക്യാൻസർ അടക്കം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി 10,000-കണക്കിന് ആളുകളാണ് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ കേസെടുത്ത് നാളുകളായി കോടതി കയറിയിരിക്കുകയാണ് വിഷയം. ഇപ്പോഴിതാ ആ ഹർജിയിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് കമ്പനി. ഇതിന്റെ ഭാഗമായി $5.5 ബില്യൺ നൽകാൻ തയ്യാറാണെന്ന് കമ്പനി അറിയിച്ചു. ടാൽക്കം പൗഡറുകൾ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന ആരോപണങ്ങൾ തള്ളിയ കമ്പനി തങ്ങളുടെ ഫോർമുല ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നതാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാദിച്ചു. അതേസമയം വർഷങ്ങളായി തുടരുന്ന ഈ നിയമ പോരാട്ടത്തിന് അന്ത്യം കുറിക്കുന്നതിനായാണ് ഇപ്പോൾ ഒത്തുതീർപ്പിന് കമ്പനി തയ്യാറാകുന്നത്. 2028 കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്നും കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ ഈ കേസിൽ ഒത്തുതീർപ്പിനെത്തണമെങ്കിൽ പരാതികളിലും കേസുകളിലും 95% പരാതിക്കാരും കോടതികളിൽ ഇത് അംഗീകരിച്ചാൽ മാത്രമാണ് ഒത്തുതീർപ്പ് സാധ്യമാകൂ. അതേസമയം ഏറെക്കാലമായി തുടരുന്ന നിയമ പോരാട്ടമാണ് ഇപ്പോൾ വിരാമം കുറിക്കുന്നതിനായി ഒരുങ്ങുന്നത്. എന്തായാലും കൂടുതൽ ജീവൻ രക്ഷാ പദ്ധതികളുമായാണ് കമ്പനി മുന്നോട്ടു പോകുന്നതെന്നും പറയുന്നുണ്ട്. 2022 നിരവധി കേസുകൾ നേരിടേണ്ടി വന്നതിനാൽ ജോൺസൺ ആൻഡ് ജോൺസൺ ടാൽക് അധിഷ്ഠിത പൗഡർ ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചത്. ഇതിനു പകരം ചോളപ്പൊടി അടിസ്ഥാനമാക്കിയാണ് കമ്പനി പിന്നീട് പൗഡറുകൾ നിർമ്മിച്ചത്. 2020 US, കാനഡ എന്നിവിടങ്ങളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചിരുന്നു. ഉൽപ്പന്നം അർബുദത്തിന് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കേസുകളാണ് അന്നും കമ്പനിക്ക് തിരിച്ചടിയായി മാറിയത്. ബേബി പൗഡർ ഉൾപ്പെടെ വലിയ തരത്തിൽ ചർച്ചാ വിഷയവുമായി അന്ന് മാറി. ഈ കേസുകൾ പരിഹരിക്കുന്നതിന് $3 മില്യൺ കമ്പനി ചെലവഴിച്ചതായും റിപ്പോർട്ടുകളും കണക്കുകളും പറയുന്നു. ഇനി ഒത്തുതീർപ്പിന് ശ്രമിച്ച് വീണ്ടും ജോൺസൺ ആൻഡ് ജോൺസൺ പുറത്തിറക്കി ആളുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ട കാഴ്ച. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.